2025 ജൂൺ 3 ലോക ക്രിക്കറ്റിലെ തന്നെ വലിയൊരു കാത്തിരിപ്പ് അവസാനിപ്പിച്ച ദിനമെന്ന നിലയിലാണ് ശ്രദ്ധേയമായത്. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ജേതാക്കളായ ദിനം. ജോഷ് ഹേസൽവുഡിൻ്റെ അവസാന 4 പന്തിൽ ശശാന്ത് സിംഗ് 3 സിക്സറുകളും 1 ബൗണ്ടറിയും പറത്തിയിട്ടും ആ കാവ്യനിധി മായ്ക്കാനായില്ല. കൈകൊണ്ട് മുഖം പൊത്തി നിലത്ത് കുത്തിയിരുന്ന് വികാരങ്ങളടക്കാൻ കഴിയാതെ നിന്ന വിരാട് കോഹ്ലിയെ ക്രിക്കറ്റ് ആരാധകർ മറക്കില്ല. ക്യാപ്റ്റൻ രജത് പട്ടിദാർ നൽകിയ കിരീടത്തിൽ സർവം മറന്ന് ചുംബിച്ച വിരാടിൻ്റെ ചിത്രങ്ങളും RCB ഫാൻസിന് എല്ലാ കാലവും ത്രസിപ്പിക്കുന്ന ഓർമ്മയാകും. ഈസാല കപ്പ് നംദേ എന്നത് ഇടക്കാലം വരെ ട്രോൾ മെറ്റീരിയൽ പോലെ ആളുകൾ കൊണ്ടു നടന്നിരുന്നെങ്കിലും കഴിഞ്ഞ സീസണോടെ കഥ മാറി. ആദ്യം വനിതകൾ കിരീടം കൊണ്ടുവന്നു, പിന്നെ പുരുഷന്മാരും. IPL-ലും WPL-ലും കൈവശം വയ്ക്കുന്ന ഏക ടീം എന്ന ഖ്യാതിയോടെയാണ് RCB തലയുയർത്തി നിൽക്കുന്നത്. കിരീടം നിലനിർത്തുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്വം രജത് പട്ടിദാറിനും സംഘത്തിനുമുണ്ട്. അത് മുന്നിൽ കണ്ടെന്ന വണ്ണം ലേലത്തിൽ അല്പം കൗശലത്തോടെയാണ് RCB പണമെറിഞ്ഞതും. കഴിഞ്ഞ സീസണിൽ വിരാട് കോഹ്ലിയും ഫിൽ സോൾട്ടും ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും ക്രുണാൽ പാണ്ഡ്യയും അടക്കം നിരവധി ഹീറോസ് ഉണ്ടായിരുന്നു RCBയെ കിരീടത്തിലെത്തിക്കാൻ. ഗ്രേറ്റ് സ്ക്വാഡ് ബട്ട് നോട്ട് പെർഫെക്റ്റ് 11 എന്ന ചീത്തപ്പേര് മാറ്റിയിറങ്ങിയ RCB ആ സ്ക്വാഡ് ആൻഡ് 11 സ്ട്രെങ്ത് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയാണ് 19ാം സീസണിലേക്ക് ഇറങ്ങുന്നത്. വെങ്കടേഷ് അയ്യരെ സ്വന്തമാക്കിയാണ് RCB ലേലത്തിൽ കരുത്തു കാട്ടിയത്. 2025 സീസണ് മുന്നോടിയായി വെങ്കിയെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാനായി 23 കോടി വരെ വിളിച്ചതാണ് ബാംഗ്ലൂർ. എന്നാൽ 23.75 കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെങ്കിയെ ലേലത്തിലെടുത്തു. എന്നാൽ വൻ ഫ്ലോപ്പായ വെങ്കിയെ KKR റിലീസ് ചെയ്തു. 7 കോടിക്ക് RCB ഇത്തവണ സ്വന്തമാക്കി. ദേവ്ദത്ത് പടിക്കലിന് ഒരു പെർഫെക്റ്റ് ബാക്കപ്പ് കൂടിയായാണ് വെങ്കിയെ RCB പരിഗണിക്കുക. ടോപ്പ് ഓർഡർ ബാറ്ററായ വെങ്കിയെ ടോപ്പ് 5-ൽ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം. ക്യാപ്റ്റൻ രജത് പട്ടിദാറും വെങ്കടേഷ് അയ്യരും ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യപ്രദേശിനു വേണ്ടി ഒരുമിച്ചാണ് കളിക്കുന്നതും. ഇനി ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കിയാൽ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും ഓപ്പണിങ്ങിൽ പതിവ് പോലെ ഇറങ്ങും. 1 ഡൗൺ പൊസിഷനിൽ ദേവ്ദത്ത് പടിക്കൽ അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ. 4ാം നമ്പറിൽ ക്യാപ്റ്റൻ രജത് പട്ടിദാർ. 5ാമത് ടിം ഡേവിഡ്. 6ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ. 7ാമനായി ക്രുണാൽ പാണ്ഡ്യ. 8ാം സ്ഥാനത്ത് ഷെഫേർഡ്. ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പാണ് RCBയുടേത്. ബോളർമാരിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഭുവനേശ്വർ ഹേസൽവുഡ് ജോഡിക്കൊപ്പം യാഷ് ദയാൽ കൂടി ചേരും. സുയാഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയറായും എത്തുമ്പോൾ RCBയുടേത് പെർഫെക്റ്റ് 11 മാറും. എന്നാൽ പരിക്കിനെ തുടർന്ന് ഇക്കഴിഞ്ഞ 2020 ലോകകപ്പിൽ കളിക്കാൻ ഹേസൽവുഡിനായിരുന്നില്ല. IPL-നായി ഹേസൽവുഡിൻ്റെ ഫിറ്റ്നസ് ക്ലിയറൻസിനായി കാത്തിരിക്കുകയാണ് RCB. ജോഷ് ഹേസൽവുഡിന് പെർഫെക്റ്റ് ബാക്കപ്പ് എന്ന് പറയാവുന്ന താരമാണ് ഡഫി. ന്യൂസിലൻഡ് പേസറായ ഡഫിയെ 2 കോടിക്കാണ് RCB സ്വന്തമാക്കിയത്. 2025 അന്താരാഷ്ട്ര 2020-ൽ ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തിയ താരം കൂടിയായിരുന്നു ഡഫി. ലേലത്തിൽ RCB ഞെട്ടിച്ച മങ്കേഷ് യാദവ് എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. 30 ലക്ഷം അടിസ്ഥാന വിലയിൽ നിന്നാണ് 5.20 കോടിക്ക് ബാംഗ്ലൂർ മങ്കേഷിനെ ടീമിലെടുത്തത്. മധ്യപ്രദേശിൽ നിന്നുള്ള ഇടങ്കയ്യൻ പേസറായ മങ്കേഷ് യാഷ് ദയാലിന് ബാക്കപ്പാകും. യോർക്കറുകളാണ് മങ്കേഷിൻ്റെ ആയുധം. പോയ വർഷം മധ്യപ്രദേശ് 2020 ലീഗിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ കൂടിയായിരുന്നു 24-കാരനായ മങ്കേഷ് യാദവ്. ഈ മാസം 28-ന് ഉദ്ഘാടന മത്സരത്തിന് ചിന്നസ്വാമിയിൽ ഇറങ്ങുമ്പോൾ പതിവ് പോലെ വിരാട് കോഹ്ലി തന്നെയാകും ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. RCBക്കൊപ്പം കോഹ്ലിക്കത് 19ാം സീസണാണ്. കഴിഞ്ഞ സീസണിലും 657 റൺസുമായി RCBയുടെ ടോപ്പ് സ്കോറായിരുന്നു കോഹ്ലി. സീസണിലെ മികച്ച 3ാമത്തെ റൺ ഗെറ്ററും കോഹ്ലി തന്നെയായിരുന്നു. ടെസ്റ്റിലും 2020-ലും കളി മതിയാക്കിയ കോഹ്ലിയെ ഏകദിനത്തിലും പിന്നെ IPL-ലും മാത്രമേ കാണാൻ കഴിയൂ എന്നതിനാൽ ഈ സീസൺ ആരാധകർക്ക് അല്പം സ്പെഷ്യൽ കൂടിയാണ്. ഡൊമസ്റ്റിക്കിൽ അത്ഭുത പ്രകടനമാണ് പോയ സീസണിൽ ദേവ്ദത്ത് നടത്തിയത്. 2020 ഫോർമാറ്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും DD മികച്ച പ്രകടനമാണ് നടത്തിയത്. 61 ശരാശരിയിൽ 167 സ്ട്രൈക്ക് റേറ്റിൽ 309 റൺസായിരുന്നു ദേവ്ദത്തിൻ്റെ സമ്പാദ്യം. LBWയിൽ കുരുങ്ങുന്നതൊരു ശീലമായിരുന്ന ദേവ്ദത്ത് നന്നായി കഠിനാധ്വാനം ചെയ്താണ് ആ പോരായ്മയും തിരുത്തിയത്. ഇംഗ്ലണ്ടിൻ്റെ ലോകകപ്പ് ഹീറോ ജേക്കബ് ബദലും ഇത്തവണ RCBയുടെ പ്രധാന ആയുധമാണ്. വാങ്കഡയിൽ നടന്ന സെമി ഫൈനലിൽ ഇന്ത്യക്കാരുടെ ആകെ ഹൃദയമിടിപ്പ് കൂട്ടിയ ബദൽ തക്കം കിട്ടിയാൽ IPL കുപ്പായത്തിലും മിന്നാനുറച്ചാണ് ഇറങ്ങുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ മുഴുവൻ ഫിക്ചർ പുറത്തുവിട്ടിട്ടില്ല. RCBയുടെ 7 ഹോം മത്സരങ്ങളിൽ 5 എണ്ണം ബംഗളൂരുവിലും 2 എണ്ണം റായ്പൂരിലുമാണ് നടക്കുക. ആരാധകർ ആവേശത്തോടെ കാത്തിരിപ്പാണ് കിരീടം നിലനിർത്താനായി. അവർക്കിനി ആത്മവിശ്വാസത്തോടെ പറയാം,
ഈ സാല കപ്പ് നംദേ.